പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ. ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം ടെലിവിഷൻ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും. പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഇഫ്താർ വിരുന്നൊരുക്കി. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ സങ്കല്പങ്ങളും മൂല്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള മഹത്തായിട്ടൊരു സന്ദേശം മാനവ ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണവന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാലത്തെ ഗുരുനാഥന്മാരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ സൃഷ്ടിച്ച് നമ്മൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ സമകാലീന ലോകത്ത് ഇന്ന് മനുഷ്യൻ ആ മനുഷ്യൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം മനസ്സിലാക്കാതെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് പരസ്പരം ഇതേപോലെ ജാതിയുടെയും മതത്തിന്റെയും മറ്റ് വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇഫ്താർ സംഗമത്തിനോടനുബന്ധിച്ച് നടന്ന നബി കീർത്തന യോഗത്തിൽ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ KC ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. റിയാസ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MA മഹമ്മൂദ് അഹമ്മദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര പ്രസ് ക്ലബ് കൺവീനർ ഗോപി ചക്കുന്നത്ത് യോഗത്തിൽ സംസാരിച്ചു. മൗലവി ഗുലാം അഹമ്മദ് ഖുർആൻ പാരായണം നടത്തി. ഇർഷാദ് അഹമ്മദ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചേലക്കര കമ്മിറ്റിയുടെ വക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തുടർന്ന് നോമ്പ് തുറയും നടന്നു. റംസാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും അത് മനുഷ്യനക്ക് വേണ്ടിയാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത്തരം ഈ പുണ്യമാസത്തിൽ ഈ മഹനീയമായ ഭക്തിപരമായ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് തീർച്ചയായും സഹനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. സഹനത്തിനപ്പുറം പരസ്പരം നമ്മളെ കൂടെ സ്നേഹിക്കാനും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും കഴിഞ്ഞില്ല. VCV ന്യൂസ് ചേലക്കര.